നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ പലർക്കും ഒരു പേടി സ്വപ്നമാണ് അല്ലേ? പക്ഷെ പേടിക്കേണ്ട, ഈ ഒരൊറ്റ വീഡിയോ മതി ഈ ചാപ്റ്റർ മുഴുവനായിട്ട് വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ. നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ ഗൈഡാണിത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? ആദ്യം കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിൻ്റെ ഒരു ഫ്ലോ എന്താണെന്ന് നോക്കും. പിന്നെ ഈ ചാപ്റ്ററിലെ ഗോൾഡൻ റൂൾ, അതായത് ഓംസ് ലോയും റെസിസ്റ്റൻസും. അത് കഴിഞ്ഞാൽ റെസിസ്റ്ററുകളെ എങ്ങനെ സീരീസായും പാരലലായും കണക്ട് ചെയ്യാമെന്ന് നോക്കാം. പിന്നെ വരുന്നത് ഹീറ്റിംഗ് എഫക്റ്റും ഇലക്ട്രിക് പവറുമാണ്. അവസാനം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ ഫോർമുലകളും ഒരൊറ്റ ഷീറ്റിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ദി ഫ്ലോ, അതായത് കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ ബേസ്. ഇത് ക്ലിയർ ആയാൽ ബാക്കിയൊക്കെ ഈസിയാണ്. എന്താണ് ഇലക്ട്രിക് കറന്റ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ ചാർജുകളുടെ ഒഴുക്കാണ് കറന്റ്. ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് പോലെ ഒരു വയറിലൂടെ ചാർജുകൾ ഒഴുകി പോകുന്നു. അത്രയുള്ളൂ. അപ്പോൾ അതിന്റെ ഫോർമുല നോക്കൂ. I=Q/T. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര ചാർജ് ഒഴുകിപ്പോയി എന്നതിന്റെ കണക്കാണ് കറന്റ്. ഇതിന്റെ യൂണിറ്റ് മറക്കരുത്, ആംപിയർ. നമ്മൾ A എന്നെഴുതും. ശരി, ഈ ചാർജുകൾ വെറുതെ അങ്ങോട്ട് ഒഴുകുമോ? ഇല്ല, ഒരു തള്ളു വേണ്ടേ? ആ തള്ളാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വെള്ളം എപ്പോഴും ഉയർന്ന സ്ഥലത്ത് നിന്നും താഴ്ന്ന സ്ഥലത്തേക്കല്ലേ ഒഴുകുന്നത്? അതുപോലെ ഇലക്ട്രിക് പ്രഷർ കൂടിയ ഒരിടത്ത് നിന്നും കുറഞ്ഞ ഒരിടത്തേക്ക് ചാർജ് ഒഴുകാൻ സഹായിക്കുന്ന ആ ഒരു വ്യത്യാസമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. ഇതിന്റെ ഫോർമുല V=W/Q. അതായത് ഒരു യൂണിറ്റ് ചാർജിനെ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നീക്കാൻ ചെയ്യുന്ന വർക്ക്. യൂണിറ്റ് എന്താണ്? വോൾട്ട്, V. ഓക്കെ, അപ്പം നമ്മൾ കറന്റ് എന്താണെന്നും വോൾട്ടേജ് എന്താണെന്നും പഠിച്ചു. ഇനി വരാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ സൂപ്പർ സ്റ്റാറാണ്, ഓംസ് ലോ. ഈ കറന്റും വോൾട്ടേജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. അതെ, ഈ ചോദ്യം തന്നെയാണ് ജോർജ് സൈമൺ ഓം എന്ന ശാസ്ത്രജ്ഞനും ചോദിച്ചത്. ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന കറന്റും അതിന് കുറുകെയുള്ള വോൾട്ടേജും വിയും തമ്മിൽ എന്താണ് ബന്ധം? അദ്ദേഹത്തിന്റെ ഉത്തരം ഈ ചാപ്റ്ററിലെ ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മാസ്റ്റർ കീയാണ്. ആ ഉത്തരം ഇതാ, വളരെ ലളിതവും ശക്തവുമായ ഒരു ഫോർമുല. V=IR. ഇതിനെയാണ് നമ്മൾ ഓം നിയമം എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാല് വോൾട്ടേജ് കൂടിയാൽ കറന്റും കൂടും. അവ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് R, അതായത് റെസിസ്റ്റൻസ്. ഇത് മറക്കരുത്, V=IR. ഈ ഒരൊറ്റ ഫോർമുല വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പോ എന്താണ് ഈ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കറന്റിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. റോഡിലെ ഒരു സ്പീഡ് ബ്രേക്കർ പോലെ. റെസിസ്റ്റൻസ് കൂടുന്തോറും കറന്റിന് ഒഴുകാൻ ബുദ്ധിമുട്ടാകും. ഇതിന്റെ യൂണിറ്റാണ് ഓം. നമ്മൾ ഈ ചിഹ്നം ഒമേഗ ഉപയോഗിച്ച് സൂചിപ്പിക്കും. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? 4 കാര്യങ്ങൾ. 1, അതിന്റെ നീളം, L. നീളം കൂടിയാൽ റെസിസ്റ്റൻസും കൂടും. 2, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, A. അതായത് അതിന്റെ കനം. കനം കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. കറന്റിന് എളുപ്പത്തിൽ പോകാലോ. 3, അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ സ്വഭാവം. അതിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി, റോ എന്ന് പറയുന്നത്. അപ്പൊ ഫോർമുല എന്താ? R=ρ×L/A. ഇത് ഉറപ്പായും പഠിക്കണം. ഓക്കെ, അപ്പോ റെസിസ്റ്റൻസ് എന്താണെന്നും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടു. ഇനി അടുത്ത സ്റ്റെപ്പ്. ഒന്നിൽ കൂടുതൽ റെസിസ്റ്ററുകൾ ഒരു സർക്യൂട്ടിലുണ്ടെങ്കിൽ അവയെ എങ്ങനെ കണക്ട് ചെയ്യാം? പ്രധാനമായും 2 വഴികളുണ്ട്, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. ഇവ തമ്മിലുള്ള വ്യത്യാസം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഈ ടേബിൾ നോക്കൂ. ഇതാണ് ഈ ഭാഗത്തിന്റെ എല്ലാം സമ്മറി. സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്ററുകൾ ഒന്നിനു പിറകെ ഒന്നാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ കറന്റിന് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അതുകൊണ്ട് കറന്റ് സെയിം ആയിരിക്കും. പക്ഷേ വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിലും ഡിവൈഡ് ചെയ്ത് പോകും. ഇനി പാരലൽ കോമ്പിനേഷൻ നോക്കിയാലോ. അവിടെ റെസിസ്റ്ററുകൾ ഒരേ 2 പോയിന്റുകൾക്കിടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറന്റിന് പല വഴികളിലൂടെ പോകാം. അതുകൊണ്ട് കറന്റ് ഡിവൈഡ് ആകും. പക്ഷെ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചാൽ മതി. സീരീസിൽ കറന്റ് സെയിം, പാരലലില് വോൾട്ടേജ് സെയിം. ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ ഫോർമുലയും ശ്രദ്ധിക്കുക. സീരീസിൽ റെസിസ്റ്റൻസ് കൂടും, പാരലലില് കുറയും. അപ്പോ നമ്മുടെ വീടുകളിലെ വയറിംഗ് ഏത് രീതിയിലായിരിക്കും? സീരീസ് ആണോ
പാരലൽ ആണോ? തീർച്ചയായും പാരലൽ. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്കൂ. 1. ഓരോ ഉപകരണത്തിനും ആവശ്യമായ കറന്റ് കിട്ടും. 2. ഏതെങ്കിലും ഒരു ബൾബ് ഫ്യൂസ് ആയാൽ ബാക്കിയുള്ളവയെല്ലാം വർക്ക് ചെയ്യും. സീരീസ് ആയിരുന്നെങ്കിലോ ഒരെണ്ണം കേടായാൽ സർക്യൂട്ട് ബ്രേക്കായി വീട്ടിലെ കറന്റ് മൊത്തം പോകും. പിന്നെ എല്ലാ സ്വിച്ചും ഒരേ സമയം ഓൺ ചെയ്തു വെക്കേണ്ടിയും വരും. അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ശരി, ഇനി അടുത്തത്. കറന്റ് ഒരു റെസിസ്റ്ററിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് എനർജി നഷ്ടമാവില്ലേ? ആ എനർജി എങ്ങോട്ടാ പോകുന്നത്? അത് ചൂടായി മാറുന്നു. ഇതിനെയാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനും നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ച ആളാണ് ജൂൾ. അദ്ദേഹത്തിന്റെ നിയമമാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ഫോർമുല ഇതാണ്: H=I²RT. അതായത് ഉണ്ടാകുന്ന ഹീറ്റ് H കറന്റിന്റെ സ്ക്വയറിനും I² റെസിസ്റ്റൻസിനും R എത്ര നേരം കറന്റ് പാസ് ചെയ്തു എന്നതിനും T ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നമ്മുടെ വീട്ടിലെ ഇസ്തിരിപ്പെട്ടി, വാട്ടർ ഹീറ്റർ, ടോസ്റ്റർ ഇതെല്ലാം ഈ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇലക്ട്രിക് പവർ. പവർ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് എനർജി കൺസംഷൻ. അതായത് എത്ര വേഗത്തിലാണ് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കപ്പെടുന്നത് എന്നതിന്റെ അളവാണ് പവർ. പവറിന് നമുക്ക് 3 പ്രധാന ഫോർമുലകളുണ്ട്. P=VI. ഇനി ഓംസ് ലോ V=IR വെച്ച് ഇതിനെ മാറ്റി എഴുതിയാൽ P=I²R എന്നും P=V²R എന്നും കിട്ടും. പ്രോബ്ലം ചെയ്യുമ്പോൾ ചോദ്യത്തിൽ വിയും ഐയുമാണോ അതോ ഐയും ആറും ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കി അതിനനുസരിച്ചുള്ള ഫോർമുല ഉപയോഗിക്കണം. ശരി, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ മിക്കവാറും എല്ലാ പ്രധാന ആശയങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി എക്സാമിന് തൊട്ട് മുൻപ് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി ഇതെല്ലാം കൂടി ഒരൊറ്റ പേജിൽ കിട്ടിയാൽ എങ്ങനെയുണ്ടാകും? അതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല ഷീറ്റ്. ഇതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ടൂൾ കിറ്റ്. ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലെ എല്ലാ പ്രധാനപ്പെട്ട ഫോർമുലകളും ഈ ഒരൊറ്റ സ്ലൈഡിലുണ്ട്. ഇലക്ട്രിക് കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓംസ് ലോ, റെസിസ്റ്റൻസിന്റെ ഫാക്ടേഴ്സ്, സീരീസ്, പാരലൽ കണക്ഷൻ, ജൂൾസ് ലോ, ഇലക്ട്രിക് പവർ എല്ലാം. ഇവിടെ ഒന്ന് പോസ് ചെയ്ത് ഈ ഫോർമുലകളെല്ലാം ഒന്നുകൂടി ഉറപ്പിക്കുക. ഇത് നിങ്ങളുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ധൈര്യമായി നേരിടാം. അപ്പോൾ ഇനി നിങ്ങൾ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഏതാണ്? നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.